അപ്പം നമുക്കൊരു കല്യാണത്തിന് പോകാൻ റെഡിയാവാം. ഫസ്റ്റ് തന്നെ വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്, സെറാവയുടെയാണ് കേട്ടോ. അതും കഴിഞ്ഞ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാണ്, സൺസ്ക്രീൻ ഡെർമോക്കോൻ്റെ കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഞാനൊരു 5 to 10 minutes ഗ്യാപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ റെയ്നയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പൊട്ടിയിട്ട ഫീൽ ഉണ്ടാവുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറും കേട്ടോ. 10 minutes കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ കൺസീലർ ഇടണമെന്നില്ല. പക്ഷെ ഞാനിവിടെ പോൺസിൻ്റെ ബേബി ക്രീം ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ സൈഡിലും ആ മൂക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ഇടുകയാണ്. ഇത് നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ്. ഇത് കഴിയാറായി ഗൈസ്, പക്ഷേ എന്നാലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നൈക്കയുടെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഞാൻ ബിബിലിൻ്റെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അതിന് ഞാൻ ബ്ലഷ് ആയിട്ട് ഇടുന്നുണ്ട്. ജസ്റ്റ് ചീക്സിലും മൂക്കിലൊക്കെ ഒന്ന് ബ്ലഷ് അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഐ ഷാഡോ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോയാണ് വരുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് കിറ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പിങ്കിഷ് ഒരു ലൈറ്റ് ക്രീം കളർ മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ മേലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം കണ്ണിൻ്റെ താഴെ ഐലാഷസിൻ്റെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു പെൻസിൽ ഒരു ഐലാഷസ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണ് എഴുതി കൊടുക്കാനാണ് കേട്ടോ. കണ്ണ് എനിക്ക് ക്യാമറയിൽ നോക്കി എഴുതാൻ ഞാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല, പിച്ചയച്ച് വരുന്നേ ഉള്ളൂ. എന്നാലും എനിക്കൊരു 3-4 പ്രാവശ്യം എഴുതിയാലേ റെഡി ആവും. അങ്ങനെ മേലെ തന്നെ ഒരു 3-4 പ്രാവശ്യം എഴുതി കൊടുത്തതിന് ശേഷം ഞാൻ ഐലാഷസിൻ്റെ താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു സംതൃപ്തി ആവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് പൊട്ടും കൂടെ വെച്ചെടുത്താൽ ഒരു കുഞ്ഞു പൊട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാം കേട്ടോ. ഞാനൊരു വൈറ്റ് ചുരിദാർ സെറ്റാണ് ഇടുന്നത്. ഇതിൻ്റെ കൂടെ കുപ്പികൾ ഇടുന്നുണ്ട്, ബ്ലൂ കളർ. അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു കുട്ടി ജിമിക്ക് കവലിൽ കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ടാറ്റാ.